അതാണ് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ താങ്കൾ അവിടെ ഛത്തീസ്ഗഡിലുണ്ടായിരുന്നു, ദുർഗിലുണ്ടായിരുന്നു, കന്യാസ്ത്രീകൾക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ താങ്കൾ തന്നെയാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയും പരാതി നൽകാനൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ കേസെടുത്തിട്ടില്ല. ഈ ബജ്രംഗ് ദൾ നേതാവിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയാണോ അവിടെ നടന്നു വരുന്നത്? ഒരു ചെറിയ തിരുത്തുള്ളത്, ഈ പെൺകുട്ടികളുള്ളത് നാരായൺപൂരിലാണ്. ഞങ്ങൾ ഇന്നലെ ഉണ്ടായ ദുർഗിൽ നിന്ന് വളരെ ദൂരെയാണ്. അപ്പോൾ അവിടുത്തെ CPI ജില്ലാ ഘടകമാണ് അതിന് ഒരു മുൻകൈ എടുത്തത്. അവർ സ്റ്റേഷനിൽ പോയി ഒരുപാട് നേരം അവരെ കുട്ടികളും ബന്ധുക്കളും ഒക്കെ കുത്തിയിരുന്നു. പോലീസിന്റെ സമീപനം വളരെ മോശമായിരുന്നു. മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റത്തിനകത്തല്ല, എങ്ങനെയെങ്കിലും കേസ് എടുപ്പിക്കാതിരിക്കാനാണ്. നമ്മൾ ഇതിനകത്ത് പ്രൈം അക്യൂസ്ഡ് ആയിരിക്കുന്ന ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബജ്രംഗ് ദളിയുടെ പേരിൽ ഒരു 10-21 കേസുണ്ടെന്നാണ് പറയുന്നത്. അവരെ പേരിൽ അവർ ഹാബിച്വൽ ഒഫൻഡറായി പ്രഖ്യാപിക്കേണ്ട നേരം കഴിഞ്ഞു. ഛത്തീസ്ഗഡിൽ നിന്ന് അവരെ വേറെ സംസ്ഥാനത്താണെങ്കിൽ അവരെ പുറത്തേക്ക് കടത്തി വിട്ടാണ്. പക്ഷെ അവരെപ്പോഴും സുഖമായി വാഴുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസിലെ ഒരു വലിയ വിഭാഗം അവരോട് ഒത്തു കളിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അവരുടെ പേരിൽ അവർ എബ്സ്കോണ്ടിങ് ആണെന്നൊക്കെയുള്ള ചാർജ് റിപ്പോർട്ടൊക്കെയാണ് പലപ്പോഴും കൊടുക്കുന്നത്. പക്ഷെ അവരെപ്പോഴും അവിടെ വിഹരിച്ചു നടക്കുന്നു എന്നതാണ്. ബജ്രംഗ് ദളിനെ ആ ഭരണകൂടത്തിന് ഇപ്പോൾ പേടിയാണ് എന്നതിനകത്ത് ഒരു തർക്കമില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ കാര്യത്തിനകത്തും അവിടുത്തെ ലീഡർഷിപ്പും ഈ കാര്യത്തിനകത്ത് വലിയൊരു സമീപനം സ്വീകരിച്ചില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ വന്നു, എന്നാലും അവർക്ക് കുറെ കൂടി നന്നായി ചെയ്യാമായിരുന്നു, ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ്. നാരായൺപൂരിൽ ഞാൻ പോയിരുന്നില്ല, പോയത് കുട്ടികളെയും കൊണ്ട് പോയി. ആ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ഒരു ധാരണയാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 1-2 ദിവസം രജിസ്റ്റർ ഇല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്കും പോകും. കാരണം അങ്ങനെ ഇത് നമുക്ക് പലതരത്തിൽ പോരാട്ടം നടത്തി അവസാനിപ്പിക്കേണ്ട ഒന്നാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു എലിമെന്റ്സിനും നമ്മുടെ സമൂഹത്തെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇവരൊന്നും വലിയ ശക്തികളൊന്നുമല്ല, ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ഒരു 10-20 ആളുകൾ. സമൂഹം ആകെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പൊളിഞ്ഞു പോകുന്നതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ അതിന് മാത്രമുള്ള ഒരു പ്രചരണം നടത്താനോ ഇടപെടാനോ പുരോഗമന ശക്തികൾക്ക് ഇതിലെ മറ്റൊരു രസകരമായ ഒരു വസ്തുത അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് ശ്രീ സന്തോഷ് കുമാർ, ഇന്നലെ ഈ ജയിൽ മോചനത്തിന് പിന്നാലെ തന്നെ ഈ BJP നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ അവിടെ എത്തുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ കാറിൽ കന്യാസ്ത്രീകൾ മഠത്തിലേക്ക് പോകുന്നു. ബന്ധുക്കളെ അടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് തങ്ങളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആ ഒരു കപട നാടകം അത് സഭയും ജനവും തിരിച്ചറിയുമെന്ന് തന്നെയാണോ പറയാനുള്ളത്? അല്ല, തിരിച്ചറിയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഈ കന്യാസ്ത്രീകൾ എല്ലാവരെയും ഞങ്ങൾ കണ്ട് സംസാരിച്ചവരാണ്. ഞങ്ങൾ അവരോട് ഞങ്ങൾ പോയാൽ ഏത് പാർട്ടിയുടെ MP ആണെന്ന് പോലും ഞങ്ങൾ പറയാൻ നിന്നില്ല. കാരണം നമുക്ക് ഒരു പുറത്തേക്ക് വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ ഈ നാടകം കളിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇവരുടെ ഏറ്റവും വലിയ കുറ്റബോധം കൊണ്ടും നാണക്കേട് കൊണ്ടുമാണ്. ഈ ഛത്തീസ്ഗഡ് BJP ഇന്നലെയും അവിടെ ഇറക്കിയ പോസ്റ്ററിനെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരാൾ പോലും പോയി എന്നാൽ ഒരു സോറി പറയാൻ അവിടുത്തെ ഛത്തീസ്ഗഡിലെ ഏതെങ്കിലും ഒരു BJPയുടെ മരുന്നിന് കൂട്ടാൻ പറ്റുന്ന നേതാവ് അവിടെ പോയില്ല. ജയിലിന്റെ മുമ്പിൽ നിന്ന് ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അപഹാസ്യ നാടകവും അവർ കാണിക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നെ ഒരു കാര്യം, ഈ ബഹുമാനരായിരിക്കുന്ന കന്യാസ്ത്രീമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയുടെയോ അല്ലെങ്കിൽ താല്പര്യങ്ങളുടെയോ ഭാഗമാവുന്നവരല്ല. ഇവർ വന്നു ഇതാ ജയിലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരിക്കുന്ന ഒരാളാണ്, വിളിച്ചു. അവർ സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ പോയി. ഞങ്ങളിപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് കുറേ ദിവസം സംസാരിക്കാൻ പാടില്ലെന്നാണ്, ഇന്റർവ്യൂ കൊടുക്കാൻ പാടില്ലെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ സഹോദരന്മാരും ഒക്കെ ഉണ്ട്, ഇവരൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തുന്നതാണോ? അതൊക്കെ ഒരു കപടമാടകാണെന്ന് പറയാൻ സാധിക്കുമല്ലോ. ഈ കേസിനകത്ത് എല്ലാവർക്കും വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്, അവർ കപടനാടകം നടത്തി അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയൊരു ഗൂഢാലോചന. ബജ്രംഗ് ദളിനെ ഒന്നും ഈ കേരളത്തിലെ BJPക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന എലിമെന്റ്സ് അല്ലാന്ന്. അപ്പോൾ അവർ വന്ന അവസാന നിമിഷം കാറ് കൊണ്ട് വന്നപ്പോൾ പോകാതെ പറഞ്ഞപ്പോൾ അവർ കയറി. അവർ നിങ്ങളെ കാറ് കയറാൻ കഴിയില്ലെന്ന് അവർക്ക് പറയാൻ സാധിക്കുമോ? കപട നാടകമാണ്. ഞങ്ങളാണ് പോയിരുന്നെങ്കിൽ ഞങ്ങളെ വണ്ടിയുണ്ട്, അവർ ഞങ്ങളിവിടെ ഉറപ്പായിട്ട് വരുമായിരുന്നു. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ ചീപ്പായി കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അത്തരം കപടനാടകങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സംഘപരിവാർ ഇന്ത്യയിൽ നടപ്പാക്കുന്ന, നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും നടപ്പാക്കുന്ന അജണ്ടക്കെതിരെയുള്ള കടുത്ത ഒരു പ്രത്യാക്രമണം നമ്മൾ രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ നടത്തണം, ആശയപരമായിട്ട് നടത്തണം. അതിനു വേണ്ടിയുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നടക്കണം. നടന്നാൽ മാത്രമേ മാറ്റമുള്ളൂ. നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കുന്ന സഖ്യങ്ങൾ ഒക്കെ ഒരു പരിധിവരെ ഗുണം ചെയ്യും, പക്ഷേ ഗ്രാസ് റൂട്ടിൽ നമുക്ക് ഇതുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിനുള്ള വലിയൊരു സാഹചര്യം ഇന്ത്യയിലാകെ ഒരുക്കുന്നതിൽ ഈ സംഭവം സഹായിച്ചു എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്.